ശ്രീ വി ആർ അനൂപ്, എന്തിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല, ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു പരാതിയും ഉയർന്നിട്ടില്ല, നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ തന്നെ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്ന ഒന്നും എവിടെയും വന്നിട്ടില്ല. എന്നിട്ടും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്നത് തന്നെ പ്രതിരോധിക്കേണ്ട ബാധ്യത സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനായതുകൊണ്ടല്ല ഞാൻ ഈ പദവി ഒഴിയുന്നത്, എനിക്ക് സ്വമേധയാ ഈ മറ്റ് സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇതിൻ്റെ ബാധ്യത പേറേണ്ടതില്ല എന്നതിനാലാണ്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ വിശദീകരണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങളുണ്ടല്ലോ, ഈ ആക്ഷേപങ്ങളിന്മേൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ AICCയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമോ ആവശ്യപ്പെടുകയോ അത് കാര്യമായി പരിഗണിക്കുകയോ ചെയ്യാതെയുള്ള രാജി എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലാണ് ഒരു ന്യായീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. പാർട്ടി ഇത് ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പാർട്ടി വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? താങ്കൾ തന്നെ പറഞ്ഞു, ഇത്തരമൊരു പരാതി വന്നതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ രാജി സംഭവിച്ചിരിക്കുന്നു. ഈ പരാതി ഉയർത്തിയ പരാതിക്കാരി തന്നെ, പരാതിക്കാരി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ചില സൂചനകളിലൂടെ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ പരാതിക്കാരി പറഞ്ഞത് എന്താ? പരാതിക്കാരി ആവർത്തിച്ച് വ്യക്തമാക്കിയത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമുണ്ടെന്ന, അദ്ദേഹം പിതൃതുല്യനാണെന്ന് പറഞ്ഞത് പരാതിക്കാരിയാണെന്നേ. ഇവിടെ ഇപ്പോഴും നിയമ സംവിധാനത്തിൽ ഈ പരാതിക്കാരി പരാതി കൊടുത്തിട്ടില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമുണ്ടെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. ഞാൻ സ്നേഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നതുകൊണ്ട് ആ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇയാൾ നവീകരിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരി പറയുമ്പോൾ അത് പരാതിക്കാരിയുടെ വേർഷനാണ്. പരാതിക്കാരി അത്തരമൊരു ഭാഷ്യം സ്വീകരിക്കുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? പരാതിക്കാരി പിതൃതുല്യനാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൻ്റെ മകളുടെ പ്രായമുള്ള കുട്ടിയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ, താങ്കൾക്ക് സംസാരിക്കാനും മറുപടി പറയാനുമുള്ള അവസരം ഞാൻ തരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ. താങ്കൾ പറഞ്ഞതുപോലെയാണോ ഇന്ന് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ പിതൃതുല്യനായി കാണുന്ന ആ കുട്ടി ചില കാര്യങ്ങൾ പറഞ്ഞു. മകളെപ്പോലെയാണ് ഞാൻ കാണുന്നത്, സന്ദേശം അയച്ചു എന്ന പരാതിയാണ്, അതിന് തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അന്ന് ഈ പരാതി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഈ ആക്ഷേപം സംബന്ധിച്ച കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഒരു പിതാവ് എന്താണോ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ചെയ്യുക, ആ നടപടി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നെ എനിക്ക് വ്യക്തിപരമായ ഒരു പരാതിയും കയ്യിൽ കിട്ടിയിട്ടില്ല, ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇനി അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? എന്നോട് പ്രതിപക്ഷ നേതാവ് ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായി എന്നെ അറിയിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ ഒരു ഘടകത്തിൽ നിന്നും രാജിവെക്കാനുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും ഒരു പരാതിയോ പരാതിക്കാരിയോ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടല്ല, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടല്ല എൻ്റെ രാജി എന്നാണ്. അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞില്ലേ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം, ആ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളെ തന്നെ തള്ളിക്കൊണ്ടാണ് താൻ രാജി തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് ശ്രീ വി ആർ അനൂപ് എനിക്ക് അറിയാനുള്ളത്. ഞാൻ പറയാം, താങ്കൾ പറഞ്ഞതിന് അക്കമിട്ട് ഞാൻ മറുപടി പറയാം. താങ്കൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്തു ചെയ്തു എന്നാണല്ലോ. ഈ പരാതി പറഞ്ഞ പരാതിക്കാരി കഴിഞ്ഞ ദിവസം പരാതി പറയുന്ന സമയത്തും പ്രതിപക്ഷ നേതാവിനുള്ള പ്രതീക്ഷ ആവർത്തിച്ചു പറയുന്നത് നമ്മൾ കേട്ടതല്ലേ. ഇത് പറയേണ്ടത് പരാതിക്കാരിയല്ലേ. ഇത് പറയുന്ന അദ്ദേഹം ഈ പറയുന്ന കാലതാമസം വരുത്തി എന്നുള്ള പരാതി അവർക്കുണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നയസമീപനങ്ങൾ, ഇതിനോട് സ്വീകരിച്ച സമീപനങ്ങൾ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അത് പറയേണ്ടിയിരുന്ന ആളാരാ? അത് പരാതിക്കാരിയാ. പരാതിക്കാരി ആവർത്തിച്ച് പറയുന്നു പ്രതിപക്ഷ നേതാവ് പിതൃതുല്യനാണെന്ന്, പ്രതിപക്ഷ നേതാവ് അത് ഓൺ ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം അല്ല, അപ്പോൾ ശ്രീ വി ആർ അനൂപ് താങ്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെയല്ല, ഇതിൽ പരാതിക്കാരിയുണ്ട്, പരാതിയുണ്ട്. ഈ പരാതിയിൽ കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്നത്തെ രാജ്യപ്രഖ്യാപനം അല്ലേ? ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരു പരാതിക്കാരിയായി ഒരാൾ ഉന്നയിച്ചാൽ അത് പേരെടുത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും
ആ ഉന്നയിച്ച സ്ത്രീയെ അപഹസിക്കുന്ന, അവഹേളിക്കുന്ന, അപമാനിക്കുന്ന സമീപനം കോൺഗ്രസ് പാർട്ടിക്കില്ല. പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ, എന്റെ മകളുടെ പ്രായമായ സ്ത്രീയാണ്, അവരെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യമുണ്ട്. പക്ഷേ ചോദ്യത്തിനുള്ള ഉത്തരമായില്ല. എന്റെ ചോദ്യം, പാർട്ടി എടുത്ത നടപടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി? അല്ല, വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടം എന്താ പറഞ്ഞത്? ഇവിടെ ഇത്തരമൊരു കാര്യം ചെയ്താൽ, ഇപ്പോൾ ഞാൻ KPCCയുടെ മീഡിയ പാനലിസ്റ്റായി ചർച്ചയിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ നിയുക്തനായിട്ടുള്ള ഒരാളാണ്. നാളെ ഞാനൊരു കുറ്റകൃത്യം ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് നേരെ സംശയത്തിന്റെ മുന വീഴുകയോ ചെയ്താൽ അത് പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യതയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ പ്രവർത്തകർക്കോ ഇല്ല. അത് നാളെ ആരുടെ സത്യത്തിൽ ഇത്രയൊന്നും വിശദീകരിച്ച് മറുപടി പറയേണ്ട ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചില്ല. എന്റെ ചോദ്യം വളരെ ലളിതവും വളരെ നേരിട്ടിട്ടുള്ളതുമാണ്. അതായത്, കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി? അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്തൊരു നടപടി എടുക്കേണ്ടി വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ഇതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത കോൺഗ്രസ്സുകാർക്ക് ഇല്ല എന്ന് പറഞ്ഞ്. ഒറ്റ സംശയമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ പ്രതിപക്ഷ നേതാവിനെയാണോ വിശ്വസിക്കേണ്ടത്? അദ്ദേഹം പറയുന്നു, എന്നോട് വന്ന് എന്റെ മകളുടെ പ്രായമുള്ള പെൺകുട്ടി എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്താണോ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ചെയ്യുക, അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വാക്കും എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? താങ്കൾ പറഞ്ഞാൽ മതി, കേരളത്തിലെ പൊതുസമൂഹത്തോട്. അല്ല, ഗോപി കൃഷ്ണൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് എന്നോട് അങ്ങ് ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവാണ് വിശ്വസിക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിലപാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത്തരം ചോദ്യം പോലും അപ്രസക്തല്ലേ? പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ ഈ പറയുന്ന ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ സ്ത്രീകൾക്കെതിരെ നിലപാട് സ്വീകരിക്കില്ല. അതിന് ഘടകവിരുദ്ധമായ കേരളത്തിലെ UDFന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാ, VD സതീശൻ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.